ഈ റിലയൻസിൻ്റെ ഔട്ട്ലെറ്റ് ഏറ്റെടുത്ത് ചെയ്ത ഞാനായിരുന്നു. അതുപോലെ എൻ്റെ സിറ്റിയിൽ ഹീലിംഗ് യേശുവിൻ്റെ ഐ വാസ് ദ വൺ ഫുൾ കോൺട്രാക്ട് എടുത്ത ഞാനായിരുന്നു. എൻ്റെ സിറ്റിയിൽ റിലയൻസ് ഔട്ട്ലെറ്റ് കൊണ്ടുവന്ന ഞാനാണെന്ന് പറയുന്ന പോലെ നമ്മൾ പറയും എൻ്റെ സിറ്റിയിൽ സൗഖ്യമാക്കിയത് ഞാനാണെന്ന് പറയും. ഓർ മൈ സിറ്റി ശാപം മുറിക്കൽ ശുശ്രൂഷ, അത് നമ്മൾ കൊട്ടേഷൻ ഞാനാണ് എടുത്തത്. എൻ്റെ സിറ്റിയിലുള്ള ശാപം മുറിക്കൽ ശുശ്രൂഷയുടെ കൊട്ടേഷൻ ഞാനാണ് ഏറ്റെടുത്തത്. സോ ശാപം എല്ലാം മുറിച്ചു, ഓഫറിംഗ് കിട്ടി, ബോണസ് കിട്ടി, ഇൻക്രിമെന്റ് കിട്ടി, വി ഗോട്ട് എവരിതിങ്. ശാപം എല്ലാം മുറിച്ചു, ബോണസ് കിട്ടി, ഇൻക്രിമെന്റ് കിട്ടി, എല്ലാം ചെയ്തു. ഫോർ സം പീപ്പിൾ കെർസലിന്റെ കൊട്ടേഷൻ നമ്മൾ എടുത്ത് മുഴുവൻ ഉത്തരവാദിത്വം ഞാനാണ് ഏറ്റെടുത്തത്. You can do the same thing but with a wrong attitude. മറ്റൊരു തെറ്റായ മനോഭാവത്തോടെ ഒരേ കാര്യം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. One will make you a son of God, the other will make you a servant of God. ഒന്ന് ദൈവത്തിന്റെ പുത്രനായി നിങ്ങളെ മാറ്റും, മറ്റൊന്ന് ദൈവത്തിന്റെ വേലക്കാരനായി നിങ്ങളെ മാറ്റും. One will bring you eternal inheritance, the other one will bring you eternal damnation. ഒന്ന് നിങ്ങൾക്ക് നിത്യമായ അനുഗ്രഹം കൊണ്ടുവരും, മറ്റൊന്ന് നിത്യമായ ശിക്ഷാവിധി നിങ്ങൾ കൊണ്ടുവരും. They said, Jesus, did we not heal in your name? അവർ പറയുവാനിടയായി തീർന്നു, യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കിയില്ലയോ? എവിടുന്നൊക്കെയാ വന്ന് കേരളത്തിന്റെ നാനാ ഭാഗത്തു നിന്ന് ഓടി വരുമല്ലായിരുന്നു, people coming in. എല്ലായിടത്തു നിന്നും വന്ന ആളുകളെ ഞങ്ങൾ സൗഖ്യമാക്കി. And then Jesus will say, some others will say, did we not prophesy in your name? ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലയോ? I think Jesus was talking to Malayalis when he wrote Matthew 7. മത്തായി 7 എഴുതിയപ്പോൾ മലയാളീസിനോടാ പറഞ്ഞത് ഞാൻ ചിന്തിക്കുന്നു. ഏറ്റവും സ്പെസിഫിക് മിനിസ്ട്രീസ് എല്ലാം അതിനകത്തുണ്ട്. ഏറ്റവും പ്രത്യേകതയുള്ള ശുശ്രൂഷകളെല്ലാം അതിനകത്തുണ്ട്. Did we not heal in your name? നിന്റെ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കിയില്ലയോ? Major healing ministry. ഏറ്റവും വലിയ രോഗശാന്തി ശുശ്രൂഷ. Did we not prophesy in your name? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചില്ലയോ? What an amazing. എന്തൊരു ദൂതായിരുന്നു ആ ദൈവദാസന്റെ. So in fact I heard Saju say like this. He said, മൂന്നാം മാസത്തിലും ഏഴാം മാസത്തിലും ഒരു നന്മ ഞാൻ കാണുന്നു സഹോദരാ. മൂന്നാം മാസത്തിലും ഏഴാം മാസത്തിലും ഒരു നന്മ കാണുന്നു. ഈ വർഷത്തിന്റെ മൂന്നാം മാസത്തിലും ഏഴാം മാസത്തിലും ഒരു നന്മ ഞാൻ കാണുന്നു. ഈ വർഷത്തിന്റെ മൂന്നാം മാസത്തിലും ഏഴാം മാസത്തിലും നന്മ കാണുന്നു. സാജു says, വരട്ടെന്നേ നന്മ, നീ എന്തിനാ ഈ നന്മയുടെ പുറകെ പോകുന്നേ? വരട്ടെന്നേ, let it come. എന്തിനാണ് നന്മയുടെ പുറകെ പോകുന്നത്? അത് വരട്ടെ, ആ മാസം അത് വരട്ടെ. നന്മ will follow you, you don't follow the നന്മ. നിങ്ങൾ നന്മയുടെ പുറകെയല്ല, നന്മ നിങ്ങളുടെ പുറകെ വരുവാനിടയാ. But we നന്മ വരുന്നു എന്ന് പറഞ്ഞ് we shake. നന്മ വരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴും അതിശയിക്കുകയാണ്. And we are shaking and like the glory is coming on us. നമ്മൾ തേജസ് വന്ന് ഇറങ്ങിയ പോലെ നമ്മൾ കുലുങ്ങുകയാണ്. But when you and I walk out and then we live our lives like the devil. എന്നിട്ട് നമ്മൾ പുറത്തു പോയി പൈശാചികമായ ഒരു ജീവിതം ജീവിക്കുകയാണ്. Whatever നന്മ comes upon you, it will be lost on the day of judgment. എത്ര വലിയ നന്മ നമുക്ക് ഈ ഭൂമിയിൽ ലഭിച്ചാലും ഇതെല്ലാം നിത്യശിക്ഷാവിധിയിൽ നമ്മൾ ഏർപ്പെട്ടാൽ അവിടെ വെച്ച് എല്ലാം നഷ്ടമാവും. Hallelujah. Amen. Hallelujah. Hallelujah. So the same thing done with a wrong attitude. ഒരേ കാര്യം തെറ്റായ മനോഭാവത്തിൽ ചെയ്യാൻ കഴിയും. When we fix the attitude, നമ്മൾ നമ്മുടെ മനോഭാവം ശരിയാക്കുമെങ്കിൽ, how the Lord changes the blessing, makes it a blessing simply because of a great attitude. ഒരു നല്ല മനോഭാവം ഉണ്ടെങ്കിൽ തന്നെ സകല കാര്യങ്ങളും ദൈവം വലിയ അനുഗ്രഹമാക്കി മാറ്റുവാനിടയോ. Hallelujah. Hallelujah. So many people come to Jesus as business partner. പല ആളുകളും യേശുവിന്റെ അടുത്ത് വരുന്ന ബിസിനസ് പങ്കാളി എന്ന രീതിയിലാണ് പരിചയപ്പെടുന്നത്. Many people come to Jesus as a healer. പല ആളുകളും യേശുവിന്റെ അടുത്ത് വരുന്നത് സൗഖ്യമാക്കുന്നവൻ എന്നുള്ള രീതിയിലാണ്. Many people come to Jesus as deliverer. ചില ആളുകൾ യേശുവിന്റെ അടുത്ത് വരുന്നത് വിമോചകൻ, മോചനം തരുന്നവൻ എന്നുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞുകൊണ്ടാണ്. Some people came to Jesus and said, did we not cast out demons in your name? ചില ആളുകൾ യേശുവിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയില്ലയോ? The Bible says in Matthew 7, be away from me you workers of iniquity. ബൈബിൾ 7-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവേൻ. When they were talking about ശുശ്രൂഷയിൽ പ്രവർത്തിച്ച കാര്യം പറഞ്ഞപ്പോൾ Jesus told them back, നിങ്ങൾ ദുഷ്ടത പ്രവർത്തിച്ച കാര്യം തിരിച്ചു പറഞ്ഞു. ശുശ്രൂഷയിൽ നാം ചെയ്ത കാര്യം ഒക്കെ ദൈവത്തോട് നാം പറയുമ്പോൾ ദൈവം തിരിച്ചു പറയുന്നത്, നിന്റെ ജീവിതത്തിൽ നീ ചെയ്ത ദുഷ്ടത എന്തൊക്കെയാണെന്ന് പറയാനിടയായി. Hallelujah. Hallelujah. Do you understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറയുന്നത്? What these people were trying to do, they were trying to remind Jesus, കർത്താവേ നമ്മളെ അറിയത്തില്ല, കൊട്ടാരക്കര മെയിൻ സാധനം നമ്മുടെ ആയിരുന്നു. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കൊട്ടാരക്കര നമ്മളാണ് അതെല്ലാം ചെയ്തത്. We were the main outlet. We were the main outlet. ഞങ്ങളായിരുന്നു പ്രധാനപ്പെട്ട ഔട്ട്ലെറ്റ്. Distributor only we were. ഞങ്ങളായിരുന്നു കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ. Some other distributors were there, but we were the fastest growing distributor. ഒത്തിരി ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, ഞങ്ങളാണ് പക്ഷേ ഏറ്റവും വേഗതയിൽ വളർന്ന ഡിസ്ട്രിബ്യൂട്ടർ. What was our product? എന്തായിരുന്നു ഞങ്ങളുടെ പ്രോഡക്റ്റ്? എന്തായിരുന്നു ഞങ്ങളുടെ വസ്തു? Healing. സൗഖ്യം. Healing. സൗഖ്യം. Miracles. അത്ഭുതങ്ങൾ. Come to Jesus. യേശുവിലേക്ക് വരിക. He will heal you. നിങ്ങളെ സൗഖ്യമാക്കും. Now that product is from Jesus. അതേ ആ വസ്തു കിട്ടിയത് യേശുവിൽ നിന്നാണ്. You used Jesus product and you built a business. യേശുവിൻ്റെ അതേ ഉൽപ്പാദനം നിങ്ങൾ ഉപയോഗിച്ചു, നിങ്ങൾക്ക് ലാഭം കിട്ടി. If you present him, നിങ്ങൾ യേശുവിനെ ചിത്രീകരിക്കുമ്പോൾ, when you present him as a healer alone, ഒരു സൗഖ്യദായകനായിട്ട് മാത്രം
ചിത്രീകരിച്ചാൽ അതാണ് സംഭവിക്കുന്നത്. So which Jesus do you know? ഏത് യേശുവിനെയാണ് നിങ്ങൾക്ക് പരിചയം? Do you know who a Jesus who brought you out of the samudayam and brought you into വേർപെട്ട ഒരു സമൂഹത്തിലേക്ക്? സമുദായത്തിൽ നിന്ന് വേർപെട്ട ഒരു സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു യേശുവിനെയാണോ പരിചയം? Do you know a Jesus who made you a Pharisee? നിങ്ങളെ പരീക്ഷത്തിലേക്ക് നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണോ യേശുവിനെ പരിചയം? Who taught you about self-righteousness? You are better than the others. മറ്റുള്ളവരെക്കാൾ നീ മെച്ചമാണ് എന്ന് നിന്നെ പഠിപ്പിച്ച, സ്വയം നീതീകരണം പഠിപ്പിച്ച ഒരു യേശുവിനെയാണോ പരിചയം? Do you know a Jesus who taught you licentiousness, which means live however you want? എങ്ങനെയും ജീവിക്കാവുന്ന ദുർനടപ്പിന്റെ ജീവിതം അനുവദിക്കുന്ന ഒരു യേശുവിനെയാണോ നിങ്ങൾക്ക് പരിചയം? And then you come to church and you just sing and jump and shout and scream when the preacher preaches some good things. എന്നിട്ട് സഭയിൽ വന്നിട്ട് ചാടുകയും നൃത്തം ചെയ്യുകയും ദേവദാസൻ എന്തെങ്കിലും പറയുകയും ആരവം ഉയർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? In this school of apostolic ministry, ഈ സ്കൂൾ ഓഫ് അപ്പോസ്തോലിക് മിനിസ്ട്രിയിൽ my question to you this morning ഇന്ന് രാവിലെ എൻ്റെ ചോദ്യം ഇതാണ്: is which gospel do you know? ഏത് സുവിശേഷമാണ് നിങ്ങൾക്ക് അറിയാവുന്നത്? Many people know him as a protector. പല ആളുകൾക്കും യേശുവിനെ ഒരു സംരക്ഷകനായിട്ടാണ് Many അറിയാവുന്നത്. know him as a healer. പല ആളുകൾക്കും യേശുവിനെ സൗഖ്യമാക്കുന്നവനായിട്ടാണ് അറിയാവുന്നത്. Many know him as a business partner. ചില ആളുകൾക്ക് യേശുവിനെ ബിസിനസ് പങ്കാളിയായിട്ടാണ് പരിചയം. Many know him as a prayer tower. ചില ആളുകൾക്ക് Prayer tower. യേശുവിനെ ഒരു പ്രയർ ടവർ ആയിട്ടാണ് പരിചയം. Especially sisters have this ministry. സഹോദരിമാർക്കാണ് ഈ ശുശ്രൂഷ കൂടുതൽ. I called unto him and he answered. ഞാൻ അവനെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം വരില്ലേ. ഞാനത് പേടിച്ചെടുത്തു കർത്താവിന്റെ കയ്യിൽ. ഞാനത് കർത്താവിന്റെ കയ്യിൽ നിന്ന് What are those words? പ്രാപിച്ചെടുത്തു. That they say ദൈവത്തിൽ നിന്നോട് ചോദിച്ച് ഞാൻ പ്രാപിച്ചെടുത്തു. ചോദിച്ച്. That's the way, no? How do they say it? ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി ഞാൻ ഇങ്ങെടുത്തു. ചോദിച്ച് വാങ്ങിച്ചെടുത്താണ്. Amen. ആമേൻ. ഞാൻ ആ പുതിയ വണ്ടി ചോദിച്ചു വാങ്ങിയെടുത്ത. ആമേൻ. But the unbelievers ചോദിച്ചു വാങ്ങിയൊന്നുമില്ല. അവർ കടയിൽ ചെന്ന് അത് പൈസ കൂടെ മേടിച്ചോണ്ടിരിക്കുന്നു. എന്നാൽ അവിശ്വാസികൾ അത് കടയിൽ ചെന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നല്ലോ. So they did not need God. അവർക്കിപ്പോൾ ദൈവത്തെ ആവശ്യമില്ലേ? നിങ്ങളുടെ പൈസ ഇല്ലാഞ്ഞിട്ടാണ്. That's why you needed God. നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ ആവശ്യം. Some of us specialize in this God who prayer tower God. പ്രയർ ടവർ ഉള്ള പ്രാർത്ഥനാ ഗോപുരം എന്ന രീതിയിലാണ് ദൈവത്തെ പരിചയം. People say വിടല്ലേ ബ്രദറെ, പിടിച്ചോണേ, പിടിച്ച് പ്രാർത്ഥിച്ചോണം. വിടാതെ സഹോദര പിടിച്ച് പ്രാപിക്കണം, പിടിച്ചെടുത്തോണം കർത്താവിന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങണം. But when I read the Bible, ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ somehow I am very convinced about Matthew 6:33. മത്തായിയുടെ സുവിശേഷം 6:33 എന്നെ വളരെയധികം എനിക്ക് ബോധ്യം തന്ന ഒരു വാക്യമാണ്. Seek first the kingdom of God. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, All these things. അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. Amen. ആമേൻ. ഇനി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, ഇനി ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും, honestly we don't care. അത് നമുക്ക് സാരമില്ല, അത് നമുക്ക് വിഷയമല്ല. Hallelujah. ആമേൻ. ഹല്ലേലൂയ. Because what we care about is whether we really love Jesus. ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. And when Jesus looks, യേശു നമ്മളെ നോക്കുമ്പോൾ, the Bible says that many will come and say, Lord we love you, Lord we love you. ബൈബിൾ പറയുന്ന അനേകർ വന്ന അവസാന നാളിൽ പറയും, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ നമ്മൾ ഒരു പാർട്ടിയല്ലേ, കർത്താവേ നമ്മൾ ഒരേ പാർട്ടിയിലുള്ളവരല്ലേ എന്ന് പറയും. Same, നമ്മൾ ഒരു സമുദായമാണ്, we are same party. നമ്മൾ ഒരേ സമുദായമാണ്, ഒരേ പാർട്ടി അല്ലേ എന്ന് പറയും. But Jesus will say, എന്നാൽ യേശു അന്നാളിൽ പറയും, be away from me you workers of iniquity. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്നാളിൽ തീർത്തു പറയും. Jesus he is seriously focusing on ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ. എന്നാൽ യേശു ഏറ്റവും പ്രാധാന്യമായി ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവർ. And that is not about the ordinary wicked people, is talking about the people in the ministry. അത് ഏതെങ്കിലും പുറത്തുള്ള സാധാരണ ജനത്തെക്കുറിച്ചല്ല പറയുന്നത്, ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. He is very serious about this ദുഷ്ടത പ്രവർത്തിക്കുന്നത്. ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ കുറിച്ച് യേശു വളരെയധികം ഗൗരവത്തോടാണ് കാണുന്നത്. Jesus says, away from me you workers of iniquity. യേശു പറയാണ്, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ. Away from me you workers of iniquity. എന്നെ വിട്ടു പോകുവീൻ ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ എന്ന് യേശു പറയുകയാണ്. He was saying, I can't have any fellowship with you. നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു കൂട്ടായ്മയ്ക്കും താല്പര്യമില്ല എന്ന് യേശു പറയുകയാണ്. Because there is sin that is going on. കാരണം നിങ്ങളുടെ അകത്ത് പാപമുണ്ട്. That is why the Lord is saying, I know you have healed. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, നിങ്ങൾ സൗഖ്യമാക്കി എന്നുള്ളത് ശരിയാണ്. I know you had ministry. നിങ്ങൾക്ക് ശുശ്രൂഷയുണ്ടെന്നുള്ളത് സത്യമാണ്. TV ministry, radio ministry, internet ministry, everything you had. TV ministry ഉണ്ട്, റേഡിയോ മിനിസ്ട്രി ഉണ്ട്, ഇന്റർനെറ്റ് മിനിസ്ട്രി ഉണ്ട്. But the Jesus you knew was a Jesus of healing or protection or miracles or നിങ്ങൾക്ക് അറിയാവുന്ന ഒരു യേശു സൗഖ്യമാക്കുന്ന, വിമോചനം തരുന്ന, ഒരു സംരക്ഷണം തരുന്ന ഒരു യേശുവിനെ മാത്രമാണ്. Listen to the message of Jesus or the disciples. യേശുവിൻ ശിഷ്യന്മാർക്ക് കൊടുത്ത സന്ദേശങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. Now this might interest you very seriously. നിങ്ങളെ ഇത് വളരെയധികം താല്പര്യം കൊണ്ടുവന്ന ഒരു കാര്യമാവാം. Jesus nor the disciples. യേശു
nor the disciples. യേശുവോ ശിഷ്യന്മാരോ None of them preached the message of healing. അവരാരും രോഗികളെ സൗഖ്യമാക്കുന്നതിൻ്റെ ഒരു സന്ദേശം പ്രസംഗിച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. They healed. അവർ സൗഖ്യമാക്കി. Listen to me carefully. നിങ്ങളെന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. None of them preached the message of prosperity. സമൃദ്ധിയുടെ സുവിശേഷം അവരാരും പ്രസംഗിച്ചത് നമ്മൾ കാണുന്നില്ല. Do you understand what I'm saying? നിങ്ങൾ കേൾക്കുന്നോ ഞാൻ പറയുന്നത്? They prospered. എന്നാൽ അവരെല്ലാം സമൃദ്ധിപ്പെട്ടു. Amen? ആമേൻ. Some for a season. ചിലർ ഒരു കാലഘട്ടത്തിൽ, Some after they went to see the Lord. ചില ആളുകൾ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന സമയത്ത്. Then none of them spoke about the message of protection. അവരാരും സംരക്ഷിക്കുന്ന ഒരു യേശുവിനെ പ്രസംഗിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. But Jesus protected them until it was time to go home. എന്നാൽ തിരിച്ച് ഭവനത്തിലേക്ക് നാം പോകുന്നിടം വരെ യേശു അവരെ എല്ലാം സംരക്ഷിച്ചു. And when it was time to go home, Peter was crucified upside down. ഭവനത്തിലേക്ക് പോകുന്ന ആ സമയമായപ്പോൾ യേശുവിനെ തലകീഴായി ക്രൂശിച്ചു. James was speared. പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു. James was speared. യാക്കോബിനെ കുന്തം കൊണ്ട് കൊല്ലുവാനിടയായി. John was put in a pot of boiling oil. യോഹന്നാനെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് കൊല്ലുവാനിടയായി. Peter was beheaded. പത്രോസ് Paul, I'm sorry. പൗലോസിനെ ശിരച്ഛേദനം ചെയ്യുവാനിടയായി. So the God who protected them till then was a God who allowed them to die at that time. അതുവരെ അവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആയുസ് വരെ സംരക്ഷിച്ച ദൈവം ആ രീതിയിൽ മരണപ്പെടുവാനും ദൈവം അനുവദിച്ചു കൊടുത്തു. The same Paul wrote dangers in the city, dangers in the country, dangers from robbers, dangers from bandits. Oh, how God has, the same Paul. അതേ പൗലോസാണ് എഴുതിയത് പട്ടണത്തിലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, ഈ കാര്യങ്ങൾ എഴുതിയത്. Oh, 3 times I was shipwrecked. 3 പ്രാവശ്യം കപ്പൽ ഛേദത്തിലാകപ്പെട്ടു. 5 times beaten by the rod. 5 പ്രാവശ്യം ഞാൻ അടികൊണ്ടു. Left outside, stoned. ഞാൻ പുറത്ത് കല്ലേർ അനുഭവിക്കുവാനിടയായി. They thought I was dead. ഞാൻ മരിച്ചവനെന്ന് നിരൂപിച്ചു. But God, എന്നാൽ ദൈവം who protected me, എന്നെ സംരക്ഷിക്കുവാനിടയായി, kept me safe. എന്നെ സൂക്ഷിക്കുവാനിടയായി. Hallelujah. ഹല്ലേലൂയ. That Paul അതേ പൗലോസ് was beheaded. ശിരച്ഛേദനം ചെയ്യപ്പെടുവാനിടയായി. So when you preach about a Jesus who protects you from all your trouble, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരു യേശുവിനെ മാത്രം പരിചയപ്പെടുത്തും. പൗലോസിനെ രക്ഷിച്ച ദൈവം, ആമേൻ. പൗലോസിനെ രക്ഷിച്ച ദൈവം എന്ന് നാം പറയുമ്പോൾ കാരാഗ്രഹത്തിൽ കിടന്ന ശീലാസും പൗലോസും, കാരാഗ്രഹത്തിൽ നിന്ന് ശീലാസിനെയും പൗലോസിനെയും പുറത്തു കൊണ്ടുവന്ന ദൈവം. ചാടാനും കുലുങ്ങാനും ഒക്കെ കൊള്ളാം. It is not the true gospel. ആമേൻ. ചാടാനും കുലുങ്ങാനും ഒക്കെ നല്ലതാണ്, പക്ഷേ സത്യസുവിശേഷം അതല്ല. What is the Satya Suvisesham? എന്താണ് സത്യസുവിശേഷം? I have only one understanding of the Satya Suvisesham. സത്യസുവിശേഷത്തെക്കുറിച്ച് എനിക്കൊരു തിരിച്ചറിവ് ഇതാണ്. Galatians chapter 2 and verse 20. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. It is no longer I who live, ഇനി ജീവിക്കുന്നത് ഞാനല്ല, but Christ who lives. ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. When you understand this in the ministry, ശുശ്രൂഷയിൽ ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, where you are placed, എവിടെയാണ് നിങ്ങളെ ആക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ, what ministry you do, നിങ്ങൾ എന്ത് ശുശ്രൂഷ അവിടെ ചെയ്യുമ്പോഴും, whether you get income, നിങ്ങൾക്ക് അവിടെ ശമ്പളം കിട്ടിയാലും, സ്തോത്രം, തുടങ്ങിയപ്പോൾ ഞാൻ സൈക്കിളിലായിരുന്നു, ഇപ്പൊ ഞാൻ കാറിലാണ്. ആമേൻ. തുടങ്ങിയപ്പോൾ സൈക്കിളിലായിരുന്നു, ഇപ്പോഴും കാറിലാണെന്നുള്ള ആ ഒരു സാക്ഷ്യമല്ല. If you go from car back to cycle, will you still follow Jesus? കാറിൽ നിന്ന് തിരിച്ച് സൈക്കിളിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നാലും അപ്പോഴും യേശുവിനെ പിൻപറ്റുമോ? Can I ask you a question? നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. How many of you have that അനുഭവം? അങ്ങനെ അനുഭവം ആർക്കെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? കാറിൽ നിന്ന് സൈക്കിളിലേക്ക് പോകേണ്ടി വന്ന അനുഭവം. കാറിൽ നിന്ന് സൈക്കിളിലേക്ക് പോകേണ്ട വന്ന അനുഭവം. Only a handful of them will have that അനുഭവം. കുറച്ച് പേർക്ക് മാത്രമേ അങ്ങനെ അനുഭവങ്ങൾ കാണത്തുള്ളൂ. The problem with that is, അതിന്റെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, when you have that അനുഭവം, some people will continue walking with Jesus. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ ചിലർ വീണ്ടും യേശുവിന്റെ പിൻപാലെ പോകാനിടയാവും. But since most of us don't have that അനുഭവം, നമ്മൾ കൂടുതൽ പേർക്കും അങ്ങനെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് we don't know what will happen when it comes. നമുക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരു അനുഭവം നമുക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന്. തലേ സ്കാർഫും ചുറ്റി, ആമേൻ 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 യേശുവേ യേശുവേ നീ മാത്രം അറിയുന്നു ഞാൻ കഷ്ടപ്പാട്. We will go through all of that. നമ്മൾ അതിലൂടെയൊക്കെ ചിലപ്പം കടന്നു പോകേണ്ടി വരും. Peter had like that one അനുഭവം. പത്രോസിന് അതുപോലെ തന്നെ അനുഭവം. പുള്ളി പറഞ്ഞു, യേശുവും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് പഴയ സാധനം കയ്യിലിരിപ്പുണ്ട്, അതേ ഒരെണ്ണം ഇങ്ങ എടുക്കാം, അതാണ് മീൻ പിടിക്കുന്നത്. Amen. Amen. What we do, നാം എന്താ ചെയ്യുന്നത് ഇവിടെ? is that ജീസസിന്റെ ആ ലീഡർ നമ്മളെ പുറത്താക്കിയാൽ ബിസിനസ് വേറെ അല്ലേ കയ്യിലിരിക്കുന്നത്. Amen.
നമ്മൾ പറയുകയാണ് ഈ നേതാവ് എന്നെ പുറത്താക്കിയാലും എനിക്ക് വ്യാപാരം അറിയാമല്ലോ, പഴയ സാധനം കയ്യിലിരിപ്പുണ്ട്, പഴയ സാധനം അറിയാമല്ലോ, I will go back to that. ഞാൻ അതിലേക്ക് തിരിച്ചു പോകും. If not Jesus ministry, യേശു എനിക്ക് ശുശ്രൂഷ തന്നില്ലെങ്കിലും fishing ministry, എനിക്ക് മീൻപിടുത്തം അറിയാമല്ലോ, what is the big deal? അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. Even Peter went back. പത്രോസ് തിരിച്ചു പോകാനിടയായി. And then Jesus had to give him another visitation. യേശു അവനെ വീണ്ടും സന്ദർശിക്കുവാൻ ഇടയായി. Without that visitation, അങ്ങനെ ഒരു സന്ദർശനം കൂടാതെ Peter would have been lost. പത്രോസ് നഷ്ടപ്പെട്ടു പോയനെ. Would have been lost. ആമേൻ. And that's why many times in our life we need another visitation. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മറ്റൊരു ദൈവിക സന്ദർശനം ആവശ്യമായി തീരുന്നത്. That is why Paul tells the Galatian church and the other churches, he says, who has bewitched you, O foolish Galatians? അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യം നമ്മൾ കാണുന്നത്, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആർ? You started in the spirit, you are ending. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡം കണ്ടോ സമാപിക്കുന്നത്. So what gospel are you preaching? ഏത് തരത്തിലുള്ള സുവിശേഷമാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്? Gospel of healing? നിങ്ങൾ സൗഖ്യമാക്കുന്ന ഒരു സുവിശേഷം? Gospel of prophecy? പ്രവചനത്തിന്റെ ഒരു സുവിശേഷമാണോ? Nowadays, some people are saying, recently somebody said, സാമജൻ പാസ്റ്ററുടെ കൂടെ നടന്ന ഒരു ദേവാസനുണ്ട്, അവനിപ്പോൾ ഭയങ്കര ശുശ്രൂഷ. I don't know these people because in Kerala I don't know many people. സാമജൻ പാസ്റ്ററുടെ കൂടെ നടന്ന ഒരു വ്യക്തി ഇപ്പോൾ ഭയങ്കര ശുശ്രൂഷയാണ്, ഇത് ഇപ്പോൾ കേൾക്കുന്നത് ഞാൻ കാണാനിടയാവുന്നു. So I am happy for it. അതിലെനിക്ക് സന്തോഷമാണ്. I love God using people. ദൈവം ആളുകളെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ സന്തോഷമാണ്. One is not enough, we want 1,000 of them. അങ്ങനെ ഒരാൾ പോരാ, 1000 പേര് നമുക്ക് ആവശ്യമാണ്. You think for one Kerala, one next generation prophet is enough? You think so? നിങ്ങൾ ചിന്തിക്കുന്നു കേരളത്തിന് വേണ്ടി അടുത്ത തലമുറ കേരളത്തിന് വേണ്ടി ഒരു പ്രവാചകനെയാണോ നമുക്ക് ആവശ്യം? അല്ല, 1000 പേരെയാണ് ആവശ്യം. We want thousands of prophets. 1000 പ്രവാചകരെ നമുക്ക് ആവശ്യമാണ്. But when people say, a new one has come, പിന്നെ പുള്ളിക്ക് ബുക്കിംഗ് ആണ്. ഒരാൾ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ പുള്ളിക്ക് വേണ്ടി പിന്നെ ബുക്കിംഗ് ആണ്. Basically we are saying പുതിയ റിലയൻസ് സ്റ്റോർ വന്നിട്ടുണ്ട്, അവിടുത്തെ സാധനം കൊള്ളാം, ലീവ് ദ മാർക്കറ്റിൽ അതങ്ങ് വിട്ട് നമുക്ക് നല്ല സാധനം വന്നു, ചന്ത വിട്ടിട്ട് റിലയൻസ് സ്റ്റോർ വന്നിട്ടുണ്ട്, അതിലെ സാധനം കൊള്ളാമെന്നാണ് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ we convert Christianity to become a business. ക്രിസ്ത്യാനിത്വത്തെ നമ്മൾ ബിസിനസ് ആയിട്ട് ചുരുക്കുകയാണ്. So when you come to the God basically asks you a question, which Jesus are you following? യേശു ഇപ്പോൾ ചോദിക്കുകയാണ്, ഏത് തരം യേശുവിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്? Who has taken you from the sincere devotion to the gospel? ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളെ മാറ്റിക്കളഞ്ഞത് ആരാണ്? When Jesus and the disciples preached the gospel, യേശുവും ശിഷ്യന്മാരും സുവിശേഷം പ്രസംഗിക്കുന്നിടത്തൊക്കെ they did not preach healing. അവര് സൗഖ്യം പ്രസംഗിച്ചില്ല, They healed. അവര് സൗഖ്യമാക്കി. Are you listening to what I'm saying? നിങ്ങൾ പറയുന്നത് കേൾക്കുന്നോ? They healed. അവര് സൗഖ്യമാക്കി, സൗഖ്യം പ്രസംഗിച്ചില്ല. But they were not preaching, come to me, I will heal you. ഇങ്ങവ സൗഖ്യമാക്കാമെന്ന് പ്രസംഗിച്ചില്ല, പക്ഷെ സൗഖ്യമാക്കി. പോയ വഴിക്ക് one fellow asked, give me some money. പോയ വഴിക്ക് ആരോ ചോദിച്ചു, കുറച്ച് പണം തരാമോ? Peter and John said, I don't have money, but what I have I'll give you in Jesus name. Get up. പത്രോസ് പറഞ്ഞു, പണമില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. Basically he was saying, സമൃദ്ധിയുടെ ഒരു സുവിശേഷം ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷേ യേശു ഉണ്ട്. സമൃദ്ധിയുടെ സുവിശേഷം ഞങ്ങളുടെ ഇല്ല, പക്ഷേ യേശു സമൃദ്ധിപ്പെടുത്തുന്നവനാണ്. Do you understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്നത്? Do you understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലായോ പറയുന്നത്? So the question is, Jesus none of them preached that. Then what did they preach? അവരൊന്നും ഇതല്ല പ്രസംഗിച്ചത്, പിന്നെ എന്താണ് അവർ പ്രസംഗിച്ചത്? Then you've got to ask the question, what exactly did the apostles preach? അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, എന്താണ് അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പ്രസംഗം? What did Jesus preach? യേശു എന്താണ് പ്രസംഗിച്ചത്? They had one message. അവർക്ക് ഒറ്റ സന്ദേശം. What was the message? എന്തായിരുന്നു അറിയാമോ സന്ദേശം? Repent, for the kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. See, Jesus said, I will build my church. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. The problem is, nowadays we pastors, we are trying to build our church. കുഴപ്പമെന്ന് പറഞ്ഞ പാസ്റ്റേഴ്സ് ആയ നമ്മൾ സഭ പണിയാൻ ശ്രമിക്കുക. Nothing wrong with it. തെറ്റൊന്നുമില്ല, We are working hard. നമ്മൾ അധ്വാനിക്കുന്നു. But Jesus said, we'll build this church. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. Now we have all kinds of church growth strategies. നമുക്ക് സഭാ വളർച്ചയ്ക്ക് ഇപ്പോൾ പലയധികം പദ്ധതികളുണ്ട്. You know what our church growth strategy? എന്താണ് നമ്മുടെ സഭാ വളർച്ചയുടെ പദ്ധതി? We have lights and sounds. നമുക്ക് വെളിച്ചങ്ങളും ശബ്ദങ്ങളും ഉണ്ട്. Healing ministry. രോഗശാന്തി ശുശ്രൂഷ. We pastor an English and Malayalam church, but I mainly speak English. So in our worship service recently we bought yellow, green, blue lights, and we are during worship service light അടിക്കുക. ഞങ്ങളുടെ കൂടുതൽ ഇംഗ്ലീഷ് മലയാളം മിക്സ് ആരാധനയാണ്. ഇപ്പോൾ എന്നാലും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ്. ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നത് പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും ഒക്കെ ഉള്ള കറങ്ങുന്ന ലൈറ്റുകൾ ആരാധനയുടെ മധ്യത്തിൽ കൊണ്ടുവരികയാണ്. Because you are all mainly Malayalam service. ഇവിടെ കൂടുതൽ മലയാളം സർവീസ് ആയതുകൊണ്ട് നിങ്ങളുടെ മേജർ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇതാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതാണ്. ഇത് പോയാ അവൻ പോയി.
ഇത് പോയാ ദൈവം പോയി. So you have to make sure that the worship leader is paid well and taken care of. And അതുകൊണ്ട് ആരാധന നയിക്കുന്നയാളെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുന്നു, അദ്ദേഹത്തെ നന്നായി നോക്കുന്നു. Whatever nonsense he does, worship leader, worship keyboard fellow, both must be taken care of. അവന് എന്തൊക്കെ തോന്നിവാസം ചെയ്താലും അവനെയും കീബോർഡിനെയും നന്നായി Because till the pastor comes, മൂപ്പിച്ച് നിൽക്കാൻ രണ്ടുപേരാണ്, കീബോർഡും വേണം, worship leader വേണം. See, the problem is, pastor will say, "Makkale, I knew you very well." പാസ്റ്റർ പറയും, മക്കളെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. യേശു will say, നിന്റെ അഡ്രസ് പോലും ഞാൻ കണ്ടിട്ടില്ല. യേശു പറയും, നിന്റെ അഡ്രസ് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, we only played keyboard, Lord. നമ്മൾ പറയും, കർത്താവേ, ഞാനാണ് ആ സഭയിൽ കീബോർഡ് വായിച്ചത്. കർത്താവ് പറയും, കീബോർഡോ? മറ്റൊരു സുവിശേഷം. What gospel are we preaching? ഏത് തരത്തിലുള്ള ഒരു സുവിശേഷമാണ് നാം പ്രസംഗിക്കുന്നത്? All these things are needed. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. I have worship leaders in the church. എൻ്റെ സഭയിലും കുറേ വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ട്. Light and sounds, ലൈറ്റ് സൗണ്ടും ഒക്കെ ഉണ്ട്. കീബോർഡ് ഉണ്ട്, ഡ്രം ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ യേശു വിട്ടു പോകുമ്പോൾ അറിയാതിരിക്കരുത്. ആമേൻ. യേശു നമ്മളെ വിട്ടു പോകുമ്പോൾ, ഇതിൻ്റെ എല്ലാം ഇടയിലും യേശു വിട്ടു പോകുമ്പം യേശു വിട്ടുപോയെന്നുള്ള കാര്യം അറിയാതെ ഇരിക്കരുത്. Someone said like this, today's church has so much contraptions. ആരോ പറഞ്ഞു, ഇന്ന് സഭകളിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. That when Jesus leaves, nobody will know. എല്ലാ ഒത്തിരി വസ്തുതകൾ ഉള്ളത് കൊണ്ട് യേശു പോയാൽ അറിയത്തില്ല. Do you know one place in the Bible? നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ഒരു സ്ഥലത്ത്, Exodus 32. പുറപ്പാട് പുസ്തകം 32-ലാണെന്ന് തോന്നുന്നു. This is very powerful. പുറപ്പാട് പുസ്തകം 32-ലാണ്. Exodus 32, 33, 34, this portions. 32, 33, 34 അധ്യായങ്ങളിൽ. One day God got very upset with Israel. ഒരു ദിവസം ദൈവം ഇസ്രായേൽ മക്കളോട് കോപിക്കുവാനിടയായി. Amen. God got upset with. ദൈവം ഇസ്രായേൽ മക്കളോട് കോപിച്ച ഒരു ഭാഗമാണ്. And God told Moses, ദൈവം മോശയോട് പറഞ്ഞു, you know, I won't lead you into the promised land. ഞാൻ നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് വിടത്തില്ല. I'll destroy all of you. ഞാൻ നിങ്ങളെല്ലാവരെയും നശിപ്പിക്കും. Moses said, എൻ്റെ കർത്താവേ, ബിസിനസ് ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, ഒരു രണ്ടെണ്ണത്തിനെങ്കിലും കേറ്റാ പുറത്തോട്ട്. മോശ പറഞ്ഞു, ഇത്രയും ഞാൻ കൊണ്ടുവന്നതാണ്, രണ്ടുപേരെങ്കിലും വാഗ്ദത്ത ദേശത്ത് എത്തിക്കണം. Otherwise, അല്ലെങ്കിൽ സമുദായക്കാരെന്ത് വിചാരിക്കും? സമുദായക്കാരെന്ത് വിചാരിക്കും? You know that? He said, what will the Egyptians and the other people across the Jordan, what will they think? മിസ്രൈമ്യർ, ഈജിപ്ഷ്യർ അവരെന്ത് ചിന്തിക്കും? What will the people across the Jordan, യോർദാൻ അക്കരെയുള്ളവർ അവരെന്ത് ചിന്തിക്കും? If they hear that ഒരു സാക്ഷി